ക്രിസ്മസ് ദിനത്തിന് കളം നിറഞ്ഞ മമ്മൂട്ടി ചിത്രം മൂന്നാം ആഴ്ചയിൽ കേരള ബോക്സ് ഓഫീസിൽ തരംഗമായിട്ട് കളങ്കാവൻ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് റിവ്യൂവിന്റെ പുതിയൊരു വീഡിയോ സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന കളങ്കാവൻ എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ മെഗാസ്റ്റാർ മമ്മൂട്ടി ചിത്രത്തിന്റെ 22ാം ദിവസമായിട്ടുള്ള ക്രിസ്മസ് ദിനത്തിലെ കേരള കളക്ഷൻ റിപ്പോർട്ട്, അതോടൊപ്പം 22 ദിവസത്തെ വേൾഡ് കളക്ഷൻ റിപ്പോർട്ടൊക്കെയാണ് വീഡിയോ. അതുമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. മെഗാസ്റ്റാർ മമ്മൂട്ടി പ്രതിനായക വേഷത്തിലെത്തിയ ചിത്രമായത് കളങ്കാവൻ എന്ന് പറയുന്ന സിനിമ. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഒന്നടങ്കം ഈ ഒരു സിനിമയ്ക്കായിട്ട് കാത്തിരിക്കുകയായിരുന്നു. ചിത്രം എത്രത്തോളം വിസ്മയിപ്പിക്കുന്ന അറിയാൻ വേണ്ടിയായിരുന്നു. എന്തൊക്കെയാണ് ഘട്ട നെഗറ്റീവായിട്ട് മമ്മൂട്ടി എത്തിയപ്പോൾ നായകനായിട്ട് എത്തിയത് വിനായകനായിരുന്നു. എന്തൊക്കെയാണ് ഈ ഒരു വിരുന്നിനെ പ്രേക്ഷകർ ഇരു കൈ നീട്ടി സ്വീകരിച്ചു എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചിത്രത്തിന് ഇന്നലെ മാത്രം കേരള ബോക്സ് ഓഫീസിൽ ഏകദേശം 20 ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. മൂന്നാം ആഴ്ചയിലിട്ട് കടന്ന ചിത്രം വഫപ്പ, അതോടൊപ്പം സർവമായ തുടങ്ങി വൃഷഭ തുടങ്ങിയ സിനിമകളോടെല്ലാം തന്നെ മത്സരിച്ചാണ് ഇത്രയും നല്ലൊരു തുക കേരള ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കിയിരിക്കുന്നത്. വേൾഡ് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം 82 കോടി പിന്നിട്ടതായിട്ടും അറിയാൻ സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും ഉയർന്നൊരു കളക്ഷനായിട്ട് ചിത്രം മാറുകയാണ്. അതോടൊപ്പം ഡൈസറ എന്ന് പറയുന്ന പ്രണമോര ചിത്രത്തിന്റെ കളക്ഷൻ ഇതിനോടൊപ്പം തന്നെ തകർത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ചിത്രം വരുന്ന ദിവസങ്ങളും വിജയം ആവർത്തിക്കാനുള്ള സാധ്യതകളുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ചിത്രത്തിന് വരുന്ന ദിവസങ്ങളിൽ നല്ല കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ കളങ്കാവൻ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പോകുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.